അഭിമന്യു വധക്കേസ് പ്രതികൾക്കെതിരെ IPC 323 ചുമത്താൻ പ്രോസിക്യൂഷൻ അപേക്ഷ നൽകി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് അപേക്ഷ നൽകിയത്. കേസ് ഈ മാസം 28-ന് വീണ്ടും പരിഗണിക്കും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, അഭിമന്യു വധക്കേസ് പ്രതികൾക്കെതിരെ എന്തൊക്കെ വകുപ്പുകൾ ചുമത്താനാണ് ഇപ്പോൾ അന്വേഷണ സംഘം അപേക്ഷ നൽകിയിരിക്കുന്നത്? എന്തൊക്കെയാണ് ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ? ജിജീഷ്. അച്ഛനെ ഇക്കാര്യത്തിൽ നിലവിൽ ചുമത്തിയ കൊലപാതകമടക്കമുള്ള വകുപ്പുകൾക്കൊപ്പമാണ് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതടക്കമുള്ള പുതിയ വകുപ്പുകൾ കൂടി ഇതിൽ ചുമത്താൻ വേണ്ടി അന്വേഷണ സംഘം ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. പ്രതികൾക്കെതിരെ IPC 323 ചുമത്താനുള്ള ഒരു അനുമതിയാണ് പ്രോസിക്യൂഷൻ തേടിയിരിക്കുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് കേസ് പരിഗണിച്ചിരുന്നു. പ്രത്യേകിച്ച് വിചാരണ തീയതി അടക്കം തീരുമാനിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു കോടതി തുടർ നടപടികളിലേക്ക് ഇന്ന് കടന്നത്. ഇതിനിടയിലാണ് പ്രോസിക്യൂഷൻ പുതിയ വകുപ്പ് കൂടി നിലവിലെ പ്രതികൾക്കെതിരെ 16 പ്രതികൾക്കെതിരെയും ചുമത്താൻ വേണ്ടി നിർദ്ദേശിച്ചുകൊണ്ട് ആ ഒരു വകുപ്പ് കൂടി ചുമത്തിയ കാര്യം കോടതിയെ അറിയിക്കുകയും ചെയ്തത്. തുടർന്ന് കേസ് 28-ാം തീയതി പരിഗണിക്കുന്നതിനായി മാറ്റിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കേസിലെ ഗൂഢാലോചനയിലേക്കെല്ലാം അന്വേഷണം നീളുന്നതിൽ അന്വേഷണ സംഘത്തിന് വലിയ വീഴ്ച വന്നിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് പുതിയ നടപടിയുമായി പ്രോസിക്യൂഷൻ മുന്നോട്ട് പോകുന്നത്. കാരണം 10ഓളം പ്രതികൾ ഇപ്പോഴും പിടിയിലാകാനുണ്ട്. ഗൂഢാലോചനയിൽ പങ്കാളികളായ അഭിമന്യു വധക്കേസിലെ ഗൂഢാലോചനയിൽ പങ്കാളികളായ ആരിലേക്കും തന്നെ എത്തുന്ന ഒരു അന്വേഷണം നടന്നിരുന്നില്ല. പോലീസ് ഈ നേരിട്ട് പങ്കാളികളായ ആളിലേക്ക്, കൊലപാതകം നടത്തിയ ആളുകളിൽ മാത്രം കേസ് അന്വേഷണം ചുരുങ്ങുകയായിരുന്നു. അതുതന്നെ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോയിരുന്നില്ല. ഇത് സംബന്ധിച്ച് വലിയ വിമർശനങ്ങളും പരാതികളും ഉയരുന്ന അതേ ഘട്ടത്തിലാണ് പോലീസ് പുതിയ നടപടിയുമായി അന്വേഷണ സംഘം പ്രോസിക്യൂഷൻ മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു എന്ന കാര്യമാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. കാരണം നേരത്തെ ചില പ്രതികൾ വിടുതൽ ഹർജി നൽകിയിരുന്നു. ആ വിടുതൽ ഹർജികളെ എതിർത്തുകൊണ്ട് പ്രധാനമായും പ്രോസിക്യൂഷൻ അന്നെല്ലാം ഉയർത്തിയ ഒരു വാദമെന്ന് പറയുന്നത് ഈ കേസിൽ പ്രധാനപ്പെട്ട ഗൂഢാലോചകർ ഇനിയും പിടിയിലാകാനുണ്ട് എന്നത് തന്നെയാണ്. ശരി.